മലയാള സിനിമയിലെ അക്ഷര ഋഷിയാണ് ലോഹിതദാസ്. വിഷാദാത്മകമായ ജീവിതങ്ങളെ പച്ചയായി ആവിഷ്കരിച്ച കലാകാരൻ. നന്മയുടെ വജ്രത്തിളക്കമുള്ള അക്ഷരങ്ങൾ മലയാളിക്ക് സമ്മാനിച്ച ഒരു മഹാപ്രതിഭ. സിബിമലയിലിൻ്റെ തനിയാവർത്തനം എന്ന ചിത്രത്തിലൂടെയാണ് ലോഹിതദാസിൻ്റെ സിനിമയിലേക്കുള്ള അരങ്ങേറ്റം. ആ മഹാപ്രതിഭയ്ക്കുള്ള പ്രണാമമാണ് ഈ ലക്കം. ശാന്തമായി ഒഴുകുന്നു എന്ന നാടകം കണ്ടിട്ടാണ് തിലകൻ ലോഹിതദാസ് എന്നൊരു വ്യക്തിയെക്കുറിച്ച് താങ്കളോട് പറയുന്നത്. എങ്ങനെയാണ് അതിൻ്റെ ഒരു ഓർമ്മ? തിലകൻ ചേട്ടൻ എൻ്റെ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ട് അതിൻ്റെ ഡബ്ബിങ് തിയേറ്ററിൽ വെച്ചുള്ള സിനിമ ആദ്യമായിട്ട് അദ്ദേഹം എൻ്റെ കൂടെ ആദ്യം ചെയ്യുന്ന സിനിമ ആയതുകൊണ്ട് അതിൻ്റെ ഡബ്ബിങ് കഴിഞ്ഞിറങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, നന്നായിട്ടുണ്ടല്ലോ, പക്ഷേ നിങ്ങളുടെ രീതിക്ക് പറ്റിയ ഒരു എഴുത്തുകാരനെ കിട്ടിയാൽ നന്നായിട്ട് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെ ആരെങ്കിലും? പുള്ളി പറഞ്ഞ്, നല്ലൊരാളുണ്ട്, നമുക്ക് നാടകമൊക്കെ എഴുതുന്ന ഒരാളാണ്, ചാലക്കുടിക്കാരനാണ്, പുള്ളിയെ ഒന്ന് നിങ്ങളുമായിട്ട് ബന്ധപ്പെടാൻ ഞാൻ പറയാം എന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞ് ശേഷം എന്നെ ഒരാൾ വിളിക്കുന്നതാണ്. ഞാൻ തിലകൻ ചേട്ടൻ പറഞ്ഞ് വിളിക്കുകയാണ്, ലോഹിതദാസാണ്, അപ്പോൾ നേരിട്ട് വിളിക്കാൻ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ പാലക്കാട് അടുത്ത ആഴ്ച വരുന്നുണ്ട്, അവിടെ നമുക്ക് കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ പാലക്കാട് ഞാൻ ഇന്ദ്രപ്രസ്ഥ ഹോട്ടലിൽ താമസിക്കുന്ന സമയത്താണ് ലോഹി വരാമെന്ന്, അവിടെ വെച്ചാണ് എന്നെ ഒന്ന് ആദ്യമായിട്ട് കാണുന്നത്. അപ്പം ആദ്യം കാണുന്ന ഒരവസരത്തിൽ ഞാൻ നോക്കിയപ്പോൾ അദ്ദേഹം ഒരുപാട് യാത്ര ചെയ്ത് അലഞ്ഞ് ഒരു വല്ലാതെ ടയർഡായിട്ടുള്ളൊരു ആളെയാണ് കാണുന്നത്. യാത്ര ചെയ്ത് മുഷിഞ്ഞ വസ്ത്രങ്ങളും അല്ലെങ്കിൽ പാറിപ്പറഞ്ഞ മുടിയൊക്കെ ആയിട്ട് ഇങ്ങനെ തുറക്കുമ്പോൾ നമ്മൾ സാധാരണ അങ്ങനെ ഒരാളെ പ്രസൻറ്റബിളായിട്ട് വരുന്ന രീതിയിലൊന്നും അല്ല വന്നത്. അപ്പം പക്ഷേ വന്നു കഴിഞ്ഞ് ഒരു നിമിഷങ്ങൾ കൊണ്ട് അദ്ദേഹം വളരെ കംഫർട്ടബിളായിരുന്നു ഞാനുമായിട്ട് സംസാരിക്കുമ്പോൾ തന്നെ. അങ്ങനെ കുറേ കഥകൾ, ആദ്യത്തെ കാഴ്ചയിൽ തന്നെ കുറേ കഥകൾ പറഞ്ഞു. അപ്പോൾ ഈ കഥകളെല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ്. അപ്പോൾ എല്ലാ കഥകളും ഏത് തിരഞ്ഞെടുക്കുന്ന പോലും ഞാൻ കൺഫ്യൂസ്ഡ് ആകുന്ന ഒരവസ്ഥയിൽ ഓരോരോ കഥകൾ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് ഇരുന്നിട്ടൊരു വിഷയത്തിലേക്ക് എത്താം. ഞാൻ ആ സമയത്ത് ശ്രീനിവാസനുമായിട്ടൊരു പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ പാലക്കാട് താമസിച്ചിരുന്നു. അപ്പോൾ അതിനുശേഷം നമുക്കൊരു പ്രോജക്റ്റ് ആലോചിക്കാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ആ പ്രോജക്റ്റ് നടന്നില്ല. അതിൻ്റെ ഇടയിൽ മറ്റൊരു കഥ ചെയ്യാനായിട്ടുള്ളൊരു വേറൊരു പുതിയ റൈറ്റേഴ്സുമായിട്ട് മമ്മൂട്ടിയുടെ ഒരു നിർദ്ദേശപ്രകാരം 2 റൈറ്റേഴ്സ് എന്നെ വന്ന് കാണുകയും അവരൊരു കഥ പറയുകയും ആ കഥ സിനിമയാക്കാനുള്ള ശ്രമങ്ങളും ആലോചനയൊക്കെ നടന്നു. പക്ഷേ അത് അവരെ കൊണ്ട് എഴുതി വന്നപ്പോൾ അതെനിക്ക് തൃപ്തികരമായില്ല. അപ്പം ഞാൻ നിർമ്മാതാവിനെ വിളിച്ചിട്ട് പറഞ്ഞത്, നമുക്കത് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അദ്ദേഹം പറയുന്നതിന് ഇത്രയും ഇൻവെസ്റ്റ് ചെയ്ത് എനിക്കിനി മുന്നോട്ട് പോകാനും പറ്റത്തില്ല, നമുക്ക് എന്തെങ്കിലും മാർഗം കണ്ടെത്തണമെന്ന്. അപ്പോഴാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് ഇങ്ങനെ ഒരു ആളെ പരിചയമുണ്ട്, ഇയാളിങ്ങനെ ലോഹിതദാസ് എന്ന് പറയുന്ന ഒരാളാണ്. അയാൾ തിലകൻ ചേട്ടൻ്റെ നിർദ്ദേശത്തിൽ വന്ന് എന്നെ കണ്ടയാളാണ്. നമുക്ക് അയാളെ ഒന്ന് തപ്പം, അയാൾ നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള ആളാണ്, അയാളിൽ ഒരുപാട് കഥകളുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ ഇമ്മീഡിയറ്റ് അപ്പം തന്നെ തീരുമാനിക്കുകയും എറണാകുളത്തായിരുന്നു ഞങ്ങൾ. എറണാകുളത്ത് നിന്ന് ചാലക്കുടിയിലേക്ക് പോകണം. ഞാൻ പറഞ്ഞു, ഒറ്റ കാര്യമുള്ളൂ, ഇപ്പോൾ ഞങ്ങളുടെ കൂടെ വരണം, നമുക്കൊരു സിനിമയുടെ ഒരു കഥ തീരുമാനിക്കാനുണ്ടെന്ന്. അപ്പോൾ തന്നെ അദ്ദേഹം വേറെ ആരും, അദ്ദേഹം ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ഥലമാണ്. പെട്ടെന്ന് ഒരു ബാഗിനകത്ത് 2 ദിവസത്തെ തുണിയൊക്കെ വാങ്ങിയിട്ട് എൻ്റെ കൂടെ അപ്പം തന്നെ വന്നു. വരുന്ന വഴിക്ക് ഞാൻ പറഞ്ഞു, ഇങ്ങനെയൊരു സാഹചര്യമാണ് എനിക്ക്, എൻ്റെ മുമ്പിൽ ഇങ്ങനൊരു കഥ മമ്മൂട്ടി പറഞ്ഞു വന്നൊരു കഥയാണ്, പക്ഷേ ആ കഥ മുന്നോട്ട് പോകുന്നില്ല. ആ കഥയുടെ പശ്ചാത്തലം ഒരു 6 മാസം ഭ്രാന്തും 6 മാസം ഭ്രാന്തില്ലാതെയും ജീവിക്കുന്ന ആളുടെ കഥയാണ്. പക്ഷേ അതൊരു ലോജിക്കലി നമുക്കങ്ങോട്ട് കൺവിൻസ്ഡായിട്ട് സ്ക്രിപ്റ്റിലേക്ക് എത്താൻ പറ്റുന്നില്ല. മമ്മൂട്ടിക്ക് ആഗ്രഹം അത്തരത്തിലൊരു കഥാപാത്രം ചെയ്യണമെന്നാണ്. അങ്ങനെ ഞങ്ങൾ എറണാകുളത്ത് എത്തുന്നു, ഹോട്ടലിൽ റൂമിലെത്തി. അന്ന് രാത്രിയിൽ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, അപ്പം നിർമ്മാതാവ് എൻ്റെ അടുത്ത് പറഞ്ഞു, എന്താ ചെയ്യണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇദ്ദേഹം ചെയ്യും, ഇത് ചെയ്തിരിക്കും, ഇത് പ്രോജക്റ്റ് ഉണ്ടാവും, ഇദ്ദേഹം കഥ എഴുതും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു അഡ്വാൻസ് കൊടുക്കാം. ഞാൻ പറഞ്ഞു, കൊടുക്കും, അഡ്വാൻസ് കൊടുക്കും. എന്നിട്ട് അദ്ദേഹം ശബരിമലയ്ക്ക് പോവുകയാണ്. പിറ്റേ ദിവസം വിഷുവാണ്. പ്രൊഡ്യൂസർ, ഞാൻ ശബരിമലയിൽ പോയി തിരിച്ചു വരട്ടെ, ഞാൻ പോയിക്കോളാൻ പറഞ്ഞു. അന്ന് രാത്രിയിൽ പ്രൊഡ്യൂസറൊക്കെ പോയി അഡ്വാൻസൊക്കെ വാങ്ങിക്കഴിഞ്ഞ് ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു, ഈ കഥ ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഇതെനിക്ക് ശരിയാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, പക്ഷേ ഇത്തരത്തിലൊരു പശ്ചാത്തലത്തിലൊരു കഥ എൻ്റെ ഉള്ളിലുണ്ട്, ഭ്രാന്തുമായിട്ട് ബന്ധപ്പെട്ടൊരു കഥയുണ്ട്, അത് നമുക്ക് ആലോചിക്കാം. ഞാൻ പറഞ്ഞു, ആയിക്കോട്ടെ. അപ്പോൾ പറഞ്ഞു, എനിക്ക് കുറച്ച് സമയം തരണം, ഞാനതൊന്ന് ഫോം ചെയ്യട്ടെ. പെട്ടെന്ന് വന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ കുഴപ്പമില്ല, സമയം എടുത്തോളൂ. അങ്ങനെ അന്ന് രാത്രി കിടന്നുറങ്ങി. അടുത്ത ദിവസം വിഷുവാണ്. വിഷുവിൻ്റെ അന്ന് രാവിലെ
ബാലചന്ദ്രൻ ചുള്ളിക്കാട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വിഷു സദ്യ ഉണ്ണാനായിട്ട് എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ പിറ്റേ ദിവസം ബാലചന്ദ്രൻ വന്നപ്പോഴത്തേക്കും ലോഹി അതേ കിടപ്പാണ് കട്ടിൽ. അദ്ദേഹം എണീറ്റ് റെഡിയായിട്ടൊന്നുമില്ല, ഉണർന്നങ്ങനെ കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ചുള്ളിക്കാടിൻ്റെ വീട്ടിലേക്ക് നമുക്ക് പോകാൻ ഭക്ഷണം കഴിക്കാൻ. അങ്ങനെയില്ല, ഞാനിവിടെ കിടക്കുകയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ചുള്ളിക്കാടും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ച് ഞാനൊരു 4-4:30 തിരിച്ചു വന്നപ്പോഴും ഇദ്ദേഹം അതേ കിടപ്പ്. ഞാൻ രാവിലെ പോയപ്പോൾ കണ്ട അതേ അവസ്ഥയിൽ കിടക്കുകയാണ്. റെഡി ആയിട്ടില്ല, അനങ്ങിയിട്ടില്ല, ഒന്നുമില്ല, അദ്ദേഹം അങ്ങനെ തന്നെ കിടക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇദ്ദേഹം വല്ലാതെ മുഷിഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തെ കൊണ്ട് ഒരു പക്ഷേ ഇത് ശരിയാകുന്നില്ലായിരിക്കാം, ഒട്ടും ഉഷാറില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ കിടന്നാൽ ശരിയാവില്ല, എണീറ്റൊന്ന് കുളിച്ച് ഫ്രഷാകും, നമുക്കൊന്ന് നടന്നിട്ടൊക്കെ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം കുളിച്ച് റെഡിയായി ഞങ്ങൾ നടന്ന് വുഡ്ലാൻഡ്സ് ഹോട്ടലിലാണ് എറണാകുളത്ത്. ആ വുഡ്ലാൻഡ്സ് ഹോട്ടലിൽ നടന്ന് സുഭാഷ് പാർക്കിൽ ചെന്നു. ആ പുഴയുടെ തീരത്ത്, ആ കായലിൻ്റെ തീരത്ത് ഞങ്ങൾ അങ്ങ് ഇരുന്നു. കായലും നോക്കി രണ്ടുപേരും ഇരുന്നു. കുറേ നേരം ഇരുന്ന് ഞങ്ങൾ രണ്ടുപേരും ഒന്നും മിണ്ടിയില്ല. നന്നായിട്ട് ഇരുട്ടായി ഇരുട്ട് വീണപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ തിരിച്ച് പോകാം എന്ന് പറഞ്ഞു. അങ്ങനെ തിരിച്ച് അവിടെ നിന്ന് ഇങ്ങനെ റോഡിലേക്ക് എത്തി ആ BTHൻ്റെ മുമ്പിൽ കൂടെ ഇങ്ങോട്ട് നടന്നു വരുമ്പോൾ അദ്ദേഹം അടുത്ത് പറഞ്ഞു, ഞാൻ കഥ പറയട്ടെ എന്ന് ചോദിച്ചു. അതുവരെ ഒന്നും മിണ്ടായിരിക്കുക പറയാൻ പറഞ്ഞു. ആ നടന്ന് BTHൻ്റെ അവിടെ നിന്ന് വുഡ്ലാൻഡ്സിലെത്തുന്ന ആ ദൂരത്തിനുള്ളിൽ അദ്ദേഹം തനിയാവർത്തനത്തിൻ്റെ ഒരു ആത്മഹത്യാന്ത രൂപം എൻ്റെ അടുത്ത് പറയുകയും ഞാൻ വല്ലാതെ ത്രില്ലടിച്ച് ഞാൻ പറഞ്ഞു, ഇതാണ് നമ്മൾ ചെയ്യുന്ന സിനിമ, ഇത് ചെയ്യുന്നു. നമുക്ക് പ്രാന്ത് വരുമോ? നിന്നോട് ആരാ ഇതൊക്കെ പറഞ്ഞേ? നോണ മുത്തു നോണ. മുത്തശ്ശി പറയുന്നതൊക്കെ നുണക്കഥകളാ. മോൻ അതൊന്നും വിശ്വസിക്കരുത് കേട്ടോ. ലൊക്കേഷനിലേക്കുള്ള ഒരു യാത്രയ്ക്കിടയിലാണ് ഇങ്ങനെ പേര് എന്താണ് എന്നൊക്കെ ആലോചനകൾ ഇങ്ങനെ നടക്കുമ്പോഴാണ് പെട്ടെന്ന് യാദൃശ്യമായിട്ട് എനിക്ക് എൻ്റെ വായിൽ നിന്ന് പെട്ടെന്ന് വന്നൊരു പേരാണ് ഈ തനിയാവർത്തനം. കാരണം ഭ്രാന്ത് എന്ന് പറയുന്ന ആവർത്തിക്കപ്പെടുന്ന ഒരു കുടുംബത്തിൻ്റെ ഒരു പശ്ചാത്തലമായതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ പറയും. ലോഹി പറയുന്നത് നന്നായിട്ടുണ്ട്. അപ്പോൾ ഷൂട്ടിംഗ് തുടങ്ങിയ ഒരു 4-ാം ദിവസം മമ്മൂട്ടി ലൊക്കേഷനിലേക്ക് എത്തി. എവിടെ എഴുത്തുകാരനെ വിളിക്കൂ, കഥ പറയാൻ പറയൂ, സ്ക്രിപ്റ്റ് വായിക്കാൻ പറയൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അകത്തിരുന്ന് ഞാൻ വീടിൻ്റെ പുറത്ത് പരിസരത്ത് ഷൂട്ട് ചെയ്യണം. അകത്ത് മമ്മൂട്ടി ഇയാളുമായിട്ട് കഥ കേൾക്കുന്ന ഒരു പ്രോസസ്സ് നടക്കുകയാണ്. അപ്പോൾ എനിക്ക് വല്ലാത്ത ആകാംക്ഷയുണ്ട്. കാരണം ഈ കഥ മമ്മൂട്ടി പ്രതീക്ഷിച്ചതോ ആഗ്രഹിച്ചതോ മറ്റൊരു കഥയാണ്. ഈ കഥ മമ്മൂട്ടിയിലേക്ക് എത്തുമോ? ഞാൻ ഷൂട്ടിംഗ് പുറത്ത് നടക്കുമ്പോൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോയി നോക്കും അവിടെ എന്തെങ്കിലും സംഘർഷങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പം അവിടെ കുഴപ്പമില്ല, അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും മമ്മൂട്ടി പുറത്തേക്ക് വന്നിട്ട് ഇങ്ങനെ ആ സ്റ്റെപ്പിൽ നിന്ന് എന്നെ നോക്കിയിട്ട് പറഞ്ഞു, അയാൾ കുഴപ്പക്കാരനാണ് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, കുഴഞ്ഞില്ല. ഞാൻ ചോദിച്ചു, അതെന്താ എന്ന് ചോദിച്ചു. ഇല്ല, അയാൾക്ക് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരവുണ്ട്, അയാളെ നമുക്ക് പിടിച്ചാൽ കിട്ടില്ല എന്ന് പറഞ്ഞു. പേടിച്ചു പോയോ? മാഷ പേടിയാണോ? എന്തിന്? എല്ലാരും പറയാ മാഷക്ക് ഭ്രാന്താണെന്ന്. അങ്ങനെയാണ്. അപ്പോൾ ആ ലൊക്കേഷനിൽ വെച്ച് പിന്നെ ഒരിക്കൽ ഒരു സീൻ ഷൂട്ട് ചെയ്യാനായിട്ട് ലൈറ്റപ്പ് ഒക്കെ ചെയ്യുന്ന സമയത്ത് മമ്മൂട്ടി ആ സീനിൽ ഒരു വലിയ പടിപ്പര സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന ഒരു സ്ഥാനമുണ്ട്. അപ്പോൾ അതിൻ്റെ ലൈറ്റപ്പ് നടക്കുമ്പോൾ ഞാനും മമ്മൂട്ടിയും കൂടെ വരാന്തയിൽ വീടിൻ്റെ പരിസരത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ലോഹി ആ സ്റ്റെപ്പിൻ്റെ ഏറ്റവും മുകളിൽ വെറുതെ ഒറ്റയ്ക്ക് അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ എന്നോട് മമ്മൂട്ടി ചോദിച്ചു, അയാളെ കണ്ടിട്ടൊരു MDയുടെ കട്ടില്ലെന്ന് ചോദിച്ചു. ഞാൻ അയാൾക്ക് കട്ടില്ല, പക്ഷേ അയാളുടെ എഴുത്തിന് ചിലപ്പോൾ ഉണ്ടാവാമെന്ന്. ആ തനിയാവർത്തനം കണ്ട് തിയേറ്ററിൽ പല സീനുകളിലും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ആ സിനിമയ്ക്ക് ശേഷം ലഭിച്ച അത്തരം ഓർമ്മിക്കുന്ന ഒരു റെസ്പോൺസ് എങ്ങനെയാണ്? ഒരുപക്ഷെ ആ സമയത്തുള്ള മമ്മൂട്ടി എന്ന് പറയുന്നൊരു ആക്ടർ ഒരു സ്റ്റാർഡത്തിൽ നിന്നിങ്ങനെ കുറച്ച് വഴുതിപ്പോയൊരു സമയം കൂടിയാണ്. കാരണം മമ്മൂട്ടിയുടെ ഒരുപാട് സിനിമകൾ, ഒരു സ്റ്റീരിയോ ടൈപ്പ് സിനിമകൾ വരികയും മമ്മൂട്ടിയും ബേബി ശാലിനിയും ഒരു പെട്ടിയും എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ കളിയാക്കി തുടങ്ങുന്ന ഒരു ഘട്ടത്തിലേക്ക് മമ്മൂട്ടിയുടെ കരിയർ ഇങ്ങനെ കുറച്ച് പിന്നെ വായിച്ചു നോക്കുമ്പോൾ ഇത് ഞാനാണ് എഴുതിയതെന്നുള്ളൊരു വിശ്വസിക്കാൻ പറ്റാത്തൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ തനിയാവർത്തനം ഞാൻ റിലീസിന് മുൻപ് 10 വട്ടം കണ്ടു. എഴുതാപ്പുറങ്ങൾ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ വിചാരണ ചെയ്തു. അങ്ങനെ സമയത്താണ് ഈ കൃഷ്ണകുമാർ ഉണ്ണിയും ദിനേശ് പണിക്കർ ഒരു പ്രോജക്റ്റുമായിട്ട് നമ്മുടെ അടുത്തേക്ക് എത്തുന്നത്. അപ്പം ലോഹി അവരുടെ അടുത്ത് ഈ ഗുണ്ടയുടെ കഥ പറഞ്ഞു. ആ കഥ പറഞ്ഞപ്പോൾ അവർ ഭയങ്കര ത്രില്ഡായി. ഈ ലാലിനെ വെച്ച് നമുക്ക് ചെയ്യാം, ലാലുമായിട്ട് സംസാരിക്കാം. കിരീടം ലോഹിദാസിന് നേരിട്ടറിയാവുന്ന ഒരു ഗുണ്ടയുടെ കഥയാണെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും ബന്ധമുണ്ടോ? അവരുടെ നാട്ടിൽ അങ്ങനെ ഒരാളുണ്ട്. അയാൾ ജയിലിൽ നിന്ന് വരുന്ന സമയത്തൊക്കെ ലോഹിയെ പോയി കാണാറുണ്ടെന്ന് ലോഹി പറഞ്ഞു.
ജയിലിൽ നിന്ന് പരോളിലൊക്കെ വരുമ്പോൾ ചുമ്മാ സഹായം ചോദിച്ചൊക്കെ അവിടെ ചെല്ലുകയും പിന്നെ ലോഹിയോട് എന്തോ അടുപ്പവും പരിചയമുണ്ട്. ലോഹിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ലോഹി മനുഷ്യരെ വല്ലാതെ നിരീക്ഷിക്കുന്ന ഒരാളാണ്. അടുത്ത് അവരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്നിട്ട് അവരുമായിട്ട് ഇടപഴകി ആണ് അവരുടെ ജീവിതം പഠിച്ചെടുക്കുന്നത്. ഞാൻ ചെയ്തൊരു മകൻ്റെ കടമയാണ്, അതിനെന്ത് ശിക്ഷ വേണമെങ്കിലും ഞാൻ സ്വീകരിക്കാം. നീ നിന്റെ ഭാവിയെക്കുറിച്ച് ഓർത്തില്ലല്ലോ മോനെ? ഓർത്തു, എല്ലാം ഓർത്തു. പക്ഷേ അതുപോലെ തന്നെ അതിനുശേഷം ഇറങ്ങിയ ദശരഥം എന്ന് പറഞ്ഞ സിനിമ, അന്നത്തെ ഒരു കാലത്ത് അങ്ങനെ ഒരു കോൺസെപ്റ്റ്, വാടക ഗർഭപാത്രം, അത് കൈകാര്യം ചെയ്യാൻ എന്തെങ്കിലും ഒരു ഭയമുണ്ടായിരുന്നു? ലോഹിയെ സംബന്ധിച്ചോളം അതും ജീവിത അനുഭവം തന്നെയാണ്. ലോഹി തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ലാബ് ടെക്നീഷ്യനായിട്ട് അത്തരത്തിലുള്ള ഒരു എന്താണ് ഈ മെഡിക്കൽ കോളേജുകളിൽ ഇത്തരത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ്റേതായിട്ടുള്ള രീതികൾ പരീക്ഷിക്കപ്പെടുന്നുണ്ട്. അത് പക്ഷേ വളരെ വ്യാപകമായിട്ടൊന്നും ആൾക്കാർക്ക് അറിയാവുന്നൊരു കാര്യമല്ല. പൊതുജനത്തിന് അതേക്കുറിച്ച് വലിയ ബോധ്യമൊന്നുമില്ല. ആ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട് ചെല്ലുന്നവർക്ക് മാത്രം അത്തരത്തിൽ അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയത്തുള്ളൂ. വിശുദ്ധമാണ്, എത്രമാത്രം പവിത്രമാണ് എന്നൊക്കെ ഉള്ള ആംഗിളിൽ നിന്നുകൊണ്ട് തന്നെയാണ് ആ സിനിമയെ സമീപിക്കുന്നത്. എപ്പോഴും അതാണ് ലോഹി എപ്പോഴും സിനിമയെ ജീവിതത്തോട് ചേർത്ത് നിർത്തുന്നത് മനസ്സിൻ്റെ എന്താണ് മാനുഷികമായ ഒരു കാഴ്ചപ്പാടുകളിലും മനസ്സും തമ്മിലുള്ള സംഘർഷങ്ങളുടെ ഏരിയയിൽ നിന്നുകൊണ്ടാണ്. കമലദളത്തിലെ മോഹൻലാലിൻ്റെ ക്യാരക്ടർ അത് അദ്ദേഹത്തെ ഒരുപാട് സംഘർഷമുള്ള ഒരു എഴുത്ത് അതായിരുന്നു എന്ന് അങ്ങനെ സാറിന് തോന്നിയിട്ടുണ്ടോ? മദ്രാസിലെത്തി ഞങ്ങൾ ഒരു ഹോട്ടൽ മുറിയിൽ 2 ദിവസം താമസിച്ച് കഥ രൂപപ്പെടുത്താണ്. ഒരു രാവിലെ ലോഹി ഉണർന്നെണീറ്റിട്ട് പറഞ്ഞ് കഥ കിട്ടിയെന്ന് പറഞ്ഞു. അതുവരെയും കഥ 2 ദിവസം കൊണ്ട് കഥ കിട്ടിയെന്ന് പറഞ്ഞു. ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ സ്വപ്നത്തിൽ ഒരു തീ ഓടി നടക്കുന്നൊരു പെൺകുട്ടി എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞ അപ്പോൾ ആ സമയത്താണ് കർണാടകയിൽ BV കാരൻ എന്ന് പറയുന്ന എഴുത്തുകാരൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടൊരു BV കാരൻ എന്താണെന്ന് എനിക്ക് തോന്നുന്നു, കൃത്യമായിട്ട് അറിയില്ല. അദ്ദേഹത്തിൻ്റെ ഒരു ഭാര്യയുടെ മരണവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് BV കാരൻ എന്താണെന്നുള്ള ഉറപ്പില്ല. അവിടുത്തെ ഒരു പ്രശസ്തനായ ഒരു എഴുത്തുകാരൻ്റെ ജീവിതത്തിലുണ്ടായ അത്തരത്തിലുള്ളൊരു സംഭവം ഇടയ്ക്ക് വാർത്തകളായിട്ട് ഉണ്ടായിരുന്നു. അതിൻ്റെ അന്വേഷണങ്ങൾ കാര്യങ്ങൾ ഇയാൾ അതിൽ കുറ്റാരോപിതനായി നിൽക്കുന്നൊരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. ലോഹി പറഞ്ഞു ന്യൂസ് വായിച്ചതാവാം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു തോന്നലുണ്ടായി. അയാൾ നിരപരാധിയാണ്, പക്ഷേ ഭാര്യയുടെ മരണം അയാളിൽ ആരോപിക്കപ്പെടുന്നു. അവിടെ നിന്നൊരു സിനിമ നമുക്കുണ്ടാവും എന്ന് പറഞ്ഞു. ലൊക്കേഷനിൽ ലാൽ എത്തുമ്പോൾ ലാൽ അതിന് മുമ്പ് ചെയ്ത സിനിമയിൽ താടി ഉണ്ടായിരുന്നു. അപ്പോൾ കഥ കേട്ട് വെച്ചിട്ട് ലോഹി പറഞ്ഞു ലാൽ പറഞ്ഞു നൃത്തമൊക്കെ ചെയ്യണം ക്ലാസിക്കലായിട്ട്. ഞാനത് അപ്പം നമ്മൾ പറയുന്നത് ചെയ്യാൻ പറ്റില്ല, ലാലിന് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മളങ്ങനെ ഒരു കഥ ചിന്തിക്കുന്നത്. അങ്ങനെയൊക്കെയാണ് ഇതിലേക്ക് പിന്നെ ലോഹി കഥകളിലേക്ക് എത്തുന്നത്. ഒരു സ്പാർക്കിൽ നിന്ന്, ഒരു സ്വപ്നത്തിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ രൂപപ്പെട്ട് വരിക. ഞാൻ ചത്ത നന്ദേട്ടനൊന്നുമില്ലല്ലേ? എനിക്കൊരു ചുക്കുമില്ല, എന്റെ ഭാഗ്യ അത്ര ശൗര്യം ഉണ്ടാവല്ലോ. തീർന്നില്ലേ നിങ്ങളെ ചീറ്റലും പണക്കവും? എന്തിനാടാ പിന്നെ അവളെ ഇങ്ങനെ കരയിക്കണേ? പിന്നല്ലാതെ ഏത് നേരം മനുഷ്യനെ തടവിലിട്ട പോലെ ഇരുത്തി എന്താ ചെയ്യാ? പാവല്ലടാ അവള്, ചെറുപ്പം മുതൽക്ക് സ്നേഹം കിട്ടാത്ത കുട്ടി. എന്നാൽ ഒരു അതിലില്ലേ എന്തിനും? ചെന്ന് 2 നല്ല വർത്താനം പറയും. നീ ഒന്ന് ചിരിച്ചാ മാറുന്ന പണക്കേ ഉള്ളു അവൾക്ക്. അവളോട് വേഗം കുളിച്ചു വരാൻ പറ. എന്നിട്ട് 2 ആളും കൂടി ഇരിക്കുക, അമ്മ വിളമ്പിത്തരാം. എന്താ മണ്ണെണ്ണയുടെ മണോ? ഭരതത്തിനായിട്ടും നമ്മൾ അത് പ്രണവ് ആർട്സിനായിട്ടുള്ള 2ാമത്തെ സിനിമയാണ്. അപ്പോൾ അദ്ദേഹം ലോഹി ഇങ്ങനെ ഒരു കഥ നമ്മൾ ധാരണ എത്തിയായിരുന്നു. ഒരു അച്ഛനും മകനും തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ
അവരുടെ വളരെ ഡീപ്പായിട്ടുള്ള റിലേഷൻഷിപ്പാണ് അച്ഛനും മകനും തമ്മിൽ. അപ്പോൾ അച്ഛനായിട്ട് നെടുമുടി വേണുവിനെയും മകനായിട്ട് മോഹൻലാലിനെയും കാസ്റ്റ് ചെയ്തു. അതിനുള്ള കാര്യങ്ങൾ കഥയുടെ ഒരു പൂർണ്ണ രൂപം പറഞ്ഞു. ലോഹി എഴുത്തിലേക്ക് വിടും. ഞങ്ങൾ സ്ഥിരം ചെയ്യുന്ന പോലെ കഥയുടെ ഒരു ആദ്യം മധ്യാഹ്ന രൂപം പറയുകയും പിന്നീട് ലോഹി എഴുത്തിലേക്ക് പോകും. എനിക്കറിയാം എഴുതി വരുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വരാം. അപ്പം അങ്ങനെ ഒരു ആ സമയത്താണ് എനിക്ക് എൻ്റെ മകൻ ഉണ്ടാകുകയും മകൻ്റെ മാമോദീസ നടക്കുന്ന സമയമാണ്. ഞാൻ ധനം എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിങ് അതിൻ്റെ ഫൈനൽ വർക്ക്സാണ്, പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് നടക്കുകയാണ്. അപ്പം എനിക്ക് ആ ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് എനിക്ക് മദ്രാസിൽ നിന്ന് ഇവിടേക്ക് വന്ന് ഒരു ദിവസം രാവിലെ വന്ന് അടുത്ത ദിവസം രാവിലെ തിരിച്ചു പോകണം. അപ്പം അങ്ങനെ ഞാൻ അതിനായിട്ട് ഇവിടെ എത്തി. അപ്പോൾ ലോഹിയെ ഞാൻ വിളിച്ചിട്ടുണ്ട് ഈ ചടങ്ങിന്. ഇവിടെ വന്ന് എത്തുമ്പോൾ അവിടെ ഒരു ദുരന്തം സംഭവിച്ചിട്ടുണ്ട് ഈ വീട്ടിൽ. എൻ്റെ ഒരു ബ്രദർ സൂയിസൈഡ് ചെയ്തു, മരണപ്പെട്ടിട്ടുണ്ട്. സൂയിസൈഡാണെന്ന് അറിയുന്നില്ല, ബോഡി കണ്ടെത്തിയിട്ടുള്ളത്, ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരു സാഹചര്യം അതിന് തൊട്ട് മുമ്പത്തെ ദിവസങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഞാൻ ലോഹിയെടുത്ത് പറഞ്ഞു, ലോഹിക്ക് ഒരു കാര്യം അറിയാം. അന്ന് ലോഹി അവിടെ വന്ന് ഭക്ഷണം കഴിക്ക് പോകുമ്പോൾ ആ വീട്ടിൻ്റെ പശ്ചാത്തലം ഇതായിരുന്നു, സാഹചര്യങ്ങളാണ്. ഞാൻ എന്നിട്ട് ഈ കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ലോഹിയെടുത്ത് പറഞ്ഞു. ലോഹി ഇങ്ങനെ എന്നെ തന്നെ നോക്കി അദ്ദേഹത്തിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു പേനയും പേപ്പറും തന്നു, ഞാനിപ്പോൾ ഒരു സിനിമയ്ക്ക് കഥ എഴുതാമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ചെയ്യരുത്, ഇത് നമ്മളുടെ കുടുംബത്തിലെ വളരെ അതാണ്, നമ്മൾ വളരെ അടുത്തുള്ളൊരു ഇഷ്യൂ അല്ലേ അത്. ആ കഥ എഴുതണ്ടെന്നുള്ള തീരുമാനത്തിൽ ഞാൻ വിട്ടു. അങ്ങനെയൊന്നും കഥയൊന്നും എഴുതണ്ടെന്നൊക്കെ പറഞ്ഞ് വിട്ടു. ഞങ്ങൾ മറ്റേ കഥയായിട്ടിരിക്കുന്നു. കോഴിക്കോട് വരുന്നു. കോഴിക്കോട് വന്നിട്ട് ഈ സിനിമയുടെ മറ്റു കാര്യങ്ങൾ ആർട്ടിസ്റ്റുകളൊക്കെ നേരത്തെ തീരുമാനിക്കപ്പെട്ട കഥകളുള്ള ആർട്ടിസ്റ്റുകളെല്ലാം തീരുമാനിക്കുന്നു. എത്തുന്നു 23-ാം തീയതി രാവിലെ, ജനുവരി 23-ാം തീയതി 1991 ജനുവരി 23-ാം തീയതി രാവിലെ ഇതിൻ്റെ പൂജ തീരുമാനിക്കുകയാണ്. അപ്പോൾ രാവിലെ 7:30 പൂജ വെച്ചിരിക്കുന്നത് മഹാറാണി ഹോട്ടലിൽ തന്നെയാണ് പൂജ നടക്കുന്നത്. ഒരു 6 മണിയായപ്പോൾ ലോഹിയും എൻ്റെ അസോസിയേറ്റ് ഡയറക്ടറും കൂടെ എൻ്റെ മുറിയിലേക്ക് കടന്നു വരുന്നു. അദ്ദേഹം വന്നപാടെ ലോഹിയെ പോയി കണ്ട് എന്താണ് കഥ, ഒരു ആകാംക്ഷയോടെ പോയി എന്താണ് കഥ എന്നറിയാൻ വേണ്ടി ചെല്ലുന്നു. ലോഹി കഥ പറയുമ്പോൾ അയാൾ പറഞ്ഞു, അയ്യോ ഈ കഥ പണ്ട് വന്ന സിനിമയാണ്, ഒരു പൈങ്കിളി കഥയുടെ കഥയാണെന്നാണ്. ലോഹി അത് കേട്ടിട്ട് വരുമാനിച്ച് ഓടി എൻ്റെ അടുത്തേക്ക് വന്നു. അപ്പം ഞാൻ അങ്ങനെ പറയുമ്പോൾ ഞാൻ ശരിയാണല്ലോ, അതിൻ്റെ കഥയോട് സാമ്യമുണ്ട്. മധുസാറും ബാലേന്ദ്രനും അഭിനയിച്ചതാണ്, അച്ഛനും മകനും. ശരിയാണല്ലോ, നമ്മുടെ തലയിൽ അത് കയറിയില്ല, നമ്മൾ ചിന്തിച്ചില്ലല്ലോ എന്ന്. ലോഹി പറഞ്ഞു, എന്താ ചെയ്യുക, പൂജ? ഞാൻ പറഞ്ഞു, ഒന്നും ചെയ്യാനില്ല, പൂജ നടക്കട്ടെ. കാരണം ഈ സമയത്ത് എല്ലായിടത്തും ഇല്ലയെന്ന് പറയാൻ പറ്റത്തില്ല, നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല, തൽക്കാലം പൂജ നടക്കട്ടെ, അതുവരെയും നമ്മൾ 3 പേരുടെ ഉള്ളിൽ നിൽക്കട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ ലോഹിക്ക് അത് തൃപ്തിയാകുന്നില്ല. ലോഹി വല്ലാതെ ടെൻഷനായി. ഞങ്ങൾ പോകുന്നു, പൂജ നടക്കുന്നു. പൂജ കഴിഞ്ഞപ്പോഴത്തേക്കും മോഹൻലാലിനെയും അതിൻ്റെ നിർമ്മാതാവ് അതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ 7 Arts വിജയകുമാറിനെ ഞാൻ പറഞ്ഞു, എൻ്റെ റൂമിലേക്ക് വരും, നമുക്കൊരു കാര്യം സംസാരിക്കണമെന്നാണ്. അപ്പോൾ ലാൽ പറഞ്ഞൊരു ഒരാഴ്ചക്കുള്ളിൽ നിങ്ങൾക്ക് പുതിയൊരു കഥ കണ്ടെത്താൻ പറ്റുമെങ്കിൽ നമുക്ക് ഈ പ്രോജക്റ്റായിട്ട് മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ എൻ്റെ ഡേറ്റുകളൊക്കെ കുഴയും, ബാക്കിയുള്ളവരൊക്കെ കൊടുത്തിരിക്കല്ലേ. ഞാൻ പറഞ്ഞു ഒരാഴ്ച വെയിറ്റ് ചെയ്യണ്ട, ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് മുമ്പ് ഒരു പുതിയ കഥയുമായിട്ട് നമുക്ക് വരാൻ പറ്റുമെങ്കിൽ പ്രൊസീഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എല്ലാവരും പിരിച്ചുവിടാം. അപ്പോൾ ലാൽ അതങ്ങനെ ഇത്രയും കാലം ഉണ്ടാകാത്തൊരു കഥ 1 മണിക്ക് മുമ്പ് നിങ്ങൾ കൊണ്ടുവരുന്ന ചോദിച്ചു. അങ്ങനെ ശ്രമിക്കാം. അന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നോ? അതോ എന്താണ് അങ്ങനെ പറഞ്ഞതെന്ന് ഇപ്പോൾ ചിന്തിക്കുക, എന്തിനാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ലോഹി എൻ്റെ അടുത്ത് പറഞ്ഞു, സിബി അന്ന് പറഞ്ഞ സംഭവം ഞാൻ എഴുതട്ടെ എന്ന് ചോദിച്ചു. ഞാൻ അത് പറ്റത്തില്ലല്ലോ, എഴുതാൻ പറ്റില്ല. ഇല്ലല്ല, അതങ്ങനെയല്ല, അതിൻ്റെ അകത്ത് ഒരു സ്പിരിറ്റ് മാത്രം എടുക്കുന്നത്, ഒരു എലമെൻറ്റ് മാത്രം എടുക്കുന്നുള്ളൂ, അത് ആ കഥയല്ല. ഇന്ദ്രധനുസ്സുകൾ മീട്ടി ദേവകളാദിനാമ ഗംഗയാടി രഘുപതി രാമജയം രഘുരാമജയം ശ്രീഭരതവാക്യ ബിന്ദു ചൂടി സോദര പാതുക പൂജയിൽ ആത്മപദം പ്രണവം വിടർന്നുലഞ്ഞുലഞ്ഞ സരയുവിൽ മന്ത്രമൃദംഗ തരംഗ സുഖം ശരവേഗം ജീവതാളമേകി മാരുതിയാ. ഏതാണ്ട് ഷൂട്ടിംഗ് തുടങ്ങി ഒരു 50-60 ദിവസത്തിന് താഴെ സമയത്തിനുള്ളിൽ അത് റിലീസായി. പക്ഷേ ഒരു ഗിന്നസ് റെക്കോർഡാണ്. ഒരു ചിത്രത്തിൻ്റെ കഥ കൺസീവ് ചെയ്തിട്ട് 60 ദിവസത്തിൽ താഴെയുള്ള സമയത്തിനുള്ളിൽ അത് തിയേറ്ററുകളിലെത്തുന്നു എന്ന് പറയുന്നൊരു റെക്കോർഡും കൂടെ സംഭവിക്കും. അപ്പോൾ അതൊക്കെ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ പറയാറുള്ള പോലെ നല്ല സിനിമകൾ എപ്പോഴും സംഭവിക്കുകയാണ്. പിന്നെ അത്തരത്തിലുള്ള പ്രഷറിൽ നിന്നുകൊണ്ട് വർക്ക് ചെയ്യാനുള്ളൊരു കഴിവ് അത് ലോഹിക്ക് മാത്രമേ പറ്റുള്ളൂ. വല്ലാത്ത ലോഹി എപ്പോഴും പറയും, എനിക്ക് നല്ല പ്രഷർ ഉണ്ടായാലും എനിക്ക് പുറത്തേക്ക് വരുള്ളൂ. റിലാക്സ്ഡ് ആയാലും ലോഹി അങ്ങ് റിലാക്സ്ഡ് ആകും. നന്നായിട്ടൊരു ബാഹ്യ സമ്മർദ്ദങ്ങളുടെ ഒരു സാഹചര്യത്തിൽ മാത്രമേ ലോഹി എഴുത്തിലേക്ക് കടക്കുള്ളൂ എന്ന് പറയുന്നു. ഭൂതക്കണ്ണാടി വരെയുള്ള ലോഹിതദാസും ഭൂതക്കണ്ണാടി മുതലുള്ള ലോഹിതദാസും, അതായത് തിരക്കഥാകൃത്തും സംവിധായകനും, എന്ത് വ്യത്യാസമാണ് അദ്ദേഹത്തിൽ വരുത്തിയത്? ഭൂതക്കണ്ണാടിയുടെ കഥ ലോഹി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞപ്പോഴാണ്
ഈ കഥ പറഞ്ഞിട്ട് ഞാനൊരു സിനിമ ഡയറക്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. കഥ പറയാമെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് കഥ പറയുന്നു. കഥ കേട്ടപ്പോൾ ശരിക്കും ഞാൻ വിസ്മയിച്ചു. കാരണം അപ്പോഴാണ് ഡയറക്ഷനെ കുറിച്ച് പറയുന്നത്. അങ്ങനെ ഒരു ആലോചന പോലെ പറഞ്ഞു. എൻ്റെ കഥ പറയാമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഈ കഥ വന്ന് പറഞ്ഞു. ഈ കഥ കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഈ കഥ ലോഹി തന്നെ ചെയ്യണം. അത്രമാത്രം സവിശേഷമായ ഒരു സിനിമ, ഒരു കഥയാണ്. അതിനെ ലോഹി തന്നെ ചെയ്യണം. ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ ലോഹി നേടിയ ഖ്യാതിക്കും അപ്പുറത്തേക്ക് ലോഹിയെ കൊണ്ടെത്തിക്കാനായിട്ട് ഈ സിനിമയ്ക്ക് കഴിയും. പക്ഷേ ഇത്തരം സിനിമകൾ മാത്രമേ ലോഹി ചെയ്യാവുള്ളൂ. ഇത്രയും സർഗാത്മകമായി ഇത്രയും സൗഹൃദം ഉണ്ടായിരുന്നിട്ട് അവസാന ഘട്ടങ്ങളിൽ ചെറിയ ചെറിയ തർക്കങ്ങളും പിണക്കങ്ങളൊക്കെ ഉണ്ടായി. ഇല്ല, ഈ പറയുന്ന പോലെ അങ്ങനെ ഒന്നുമില്ല. ഇത് പുറമേ ഉണ്ടാകുന്ന ഞങ്ങൾ തമ്മിൽ വ്യക്തിപരമായിട്ട് യാതൊരു പ്രശ്നങ്ങളുമില്ല. സിനിമ ചെയ്യാൻ മുന്നോട്ട് പോകാത്തതിൻ്റെ കാരണങ്ങൾക്കും ബാഹ്യമായ ഇടപെടലുകൾ തന്നെയാണ്. അദ്ദേഹം മരണത്തിന് തൊട്ട് മുമ്പ് 3 ആഴ്ച മുമ്പ്, ഞാനിതൊരിടത്തും പറയാത്ത കാര്യങ്ങളാണ്, മരണത്തിന് 3 ആഴ്ച മുമ്പ് അദ്ദേഹം ജൂലൈ 29 തീയതിയാണ് മരിക്കുന്നത്. ജൂൺ 28 മരിക്കുന്നു. ഞങ്ങൾ ജൂൺ 8 തീയതി ഞാൻ ലക്കിടിയിൽ ഞാനും ലോഹിയുമായിട്ട് അവസാനമായിട്ട് കാണുന്നത്, നേരിട്ട് അവസാനമായിട്ടുള്ള കാണുന്ന അവിടെയാണ്. അപ്പം മോഹൻലാലുമായിട്ട് തന്നെ ഒരു സിനിമ ചെയ്യാനുള്ള ആലോചനയായിരുന്നു. എൻ്റെ കഥയുടെ തീരുമാനങ്ങളിലേക്ക് എത്തുന്നൊരു ഘട്ടമാണ്. അന്ന് ലോഹി പതിവിലധികമായിട്ട് എന്നോട് സംസാരിച്ചു. ഒരേ കാലത്ത് ശേഷം ഞങ്ങൾ ദീർഘമായിട്ട് സംസാരിക്കുന്നത് അന്നാണ്. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ വരാന്തയിൽ ഒരു ചാരുകസേരയിൽ അദ്ദേഹം ഇരിക്കുന്നു, ഞാൻ മുമ്പിലിരിക്കുന്നു. പക്ഷേ അവിടെ വെച്ച് അദ്ദേഹം എൻ്റെ അടുത്ത് ഞങ്ങൾ തമ്മിൽ സിനിമകൾ ചെയ്യാതെ പോയതിനുള്ളൊരു വല്ലാത്ത സങ്കടം അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ളത് പറയാതെ എൻ്റെ അടുത്തേക്ക് പറഞ്ഞു. അതിന് കാരണക്കാരായവർ അദ്ദേഹം എൻ്റെ മുമ്പിൽ ചൂണ്ടിക്കാണിച്ചു. ഇന്ന ആൾക്കാർ എന്നെ വല്ലാതെ ഉപയോഗിച്ചത് ഞാൻ മനസ്സിലാക്കിയില്ല. സിബി മാത്രം അതിന് വന്നില്ല എന്ന് പറഞ്ഞു എന്നെ ഉപയോഗിക്കാൻ. എന്നെ വന്ന് ഉപയോഗിക്കാൻ എന്നിൽ നിന്നും ചോർത്തിയെടുക്കുമായിരുന്നു അവരെല്ലാവരും. എൻ്റെ കഥകളുടെ സന്ദർഭങ്ങളും എൻ്റെ മനസ്സിലുള്ള കഥകളുടെയും സാഹചര്യങ്ങളൊക്കെ ഞാൻ അവർ വരുമ്പോൾ അത് ആത്മാർത്ഥമായിട്ട് കൊടുത്തു. പക്ഷേ അവർക്ക് എന്നെ ഉപയോഗിക്കാതെ തന്നെ എനിക്കിപ്പോൾ അത്തരം ആൾക്കാരെ കാണുന്നത് എനിക്ക് വെറുപ്പാണെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. വ്യക്തികളുടെ പേര് ഞാൻ പറയില്ല. അപ്പോൾ അത്തരത്തിൽ അദ്ദേഹത്തിനെ ഉപയോഗപ്പെടുത്തുകയായിരുന്നു എന്ന് അദ്ദേഹം തന്നെ പിന്നീട് എൻ്റെ മുമ്പിൽ ഏറ്റുപറയുന്നൊരവസ്ഥയുണ്ടായി. പക്ഷേ ഒരിക്കലും ഞങ്ങൾ തമ്മിൽ വ്യക്തിപരമായിട്ട് ഒരു കുഴപ്പമില്ല. ഞങ്ങൾ തമ്മിൽ കാണുമ്പോൾ ഞാനും ലോഹിയും പഴയ ആൾക്കാർ തന്നെയാണ്.